ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ വേലായുധൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ കാരക്കാട്ടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചീഫ് അഡ്വൈസർ ശ്രീ ജോഷി കാരക്കാട്ട്, അതുപോലെ തന്നെ ശ്രീ കെ ടി ജോസ്, അതുപോലെ നമ്മുടെ ബഹുമാന്യായ പ്രിൻസിപ്പൽ സൗമ്യ സിസ്റ്റർ, സജി, ദൃശ്യവേദിയിലുള്ള ബഹുമാന്യരുടെ സദസ്സിലുള്ള പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ളവരെ, കാരക്കാട്ടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂര് അസ്തർ മിംസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പിൽ ഉദ്ഘാടകനായിട്ട് എത്തുന്നത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, കാരക്കാട്ടെ കുടുംബവുമായിട്ടുള്ള വലിയ സ്നേഹബന്ധം, അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷെ എന്നേക്കാൾ കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയുന്നവരെ എന്നെ കേൾക്കുന്നവരാണ്. ഞാൻ ഓർമ്മിക്കുന്നത് ശ്രീ കെ സി ചാക്കോ ഇരിട്ടിയിലെ പാൽക്കൽ പ്ലാസ എന്ന പുതിയ ആ സംവിധാനം ഉദ്ഘാടനം ചെയ്ത വർഷങ്ങൾക്ക് മുൻപ് പണി കഴിപ്പിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതൊരു വലിയ അനുഭവമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടന്ന സന്ദർഭത്തിൽ അദ്ദേഹം സാധാരണക്കാരായ 10 പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന്റെ നന്മയുടെയും കരുണയുടേതുമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നേതൃത്വം നൽകുകയായിരുന്നു എല്ലാവർക്കും അറിയാം. അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി സാധാരണക്കാരെ, ആവശ്യമുള്ള ആളുകളെ സഹായിക്കാൻ കാരക്കാട്ടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോഴും സന്നദ്ധമാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ ക്യാമ്പ് കണ്ണൂരിലെ മിംസ് ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് കീഴ്പള്ളിയിൽ സംഘടിപ്പിച്ചു. നമുക്കെല്ലാം അറിയാം, ആരോഗ്യം പ്രിയപ്പെട്ട അച്ഛനെയും നേരത്തെ സ്വാഗതം. ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണ്. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ്. എത്ര സമ്പന്നനായ, എനിക്ക് ചില സമ്പന്നനായ സുഹൃത്തുക്കൾക്ക് രോഗം ബാധിച്ചപ്പോൾ, അവർക്ക് ചെറുപ്രായത്തിൽ രോഗം ബാധിച്ചപ്പോൾ അവരെ ഡോക്ടർമാരോട് പറഞ്ഞത് എത്ര പണം വേണമെങ്കിലും നിങ്ങൾ വാങ്ങിക്കൂ, എന്റെ ജീവൻ രക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ അവരുടെ ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമയം. ആരോഗ്യ പരിരക്ഷണ രംഗത്ത് നമ്മുടെ കേരളം വളരെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. മറ്റ് ഒരു ചിന്ത നമുക്കെല്ലാം അറിയാം. ഏർലി ഡിറ്റക്ഷൻ, എത്രയും പെട്ടെന്ന് ഒരു രോഗമുണ്ടെങ്കിൽ ആ രോഗനിർണയം എത്രയും വേഗത്തിൽ നടത്തിയാൽ അതിന് ചികിത്സ നടത്തി ആ രോഗം പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ സാധിക്കും. താമസിച്ചു പോയാൽ, രോഗം മൂർച്ഛിച്ചാൽ ഒരുപക്ഷെ എത്ര ചികിത്സിച്ചാലും അതിന് പരിഹാരം ഉണ്ടാവില്ല. അപ്പൊ പ്രിവെൻഷനും ഏർലി ഡിറ്റക്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ പലപ്പോഴും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ വലിയ രോഗാവസ്ഥ വന്നിട്ട് മാത്രം പോവുക, അങ്ങോട്ട് പോയി ആശുപത്രിയിൽ പോകാനുള്ള പ്രയാസം, അതുകൊണ്ട് പോകാതിരിക്കുന്നു. അവിടെയാണ് ഇങ്ങോട്ട് തന്നെ പ്രമുഖമായ ഒരു ആശുപത്രിയുടെ സേവനം ഈ കീഴ്പള്ളിയിൽ തന്നെ വന്ന്, കാരണം കീഴ്പള്ളി പ്രദേശത്തെ ജനങ്ങൾക്ക് അതിന്റെ സൗകര്യം കിട്ടുന്ന രൂപത്തിൽ ഈ കാരക്കാട്ടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കാരക്കാട്ടെ കുടുംബാംഗങ്ങൾ ഇവിടെ സംസാരിച്ച ജോഷി തന്നെ, ജോഷി അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അമേരിക്കയിൽ ഞാൻ ഒറ്റ പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നത്തെ പരിപാടി ഗംഭീരമായിരുന്നു. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ വിവിധ സംഘടനകൾ സംയുക്തമായി, അതിൽ ഗുജറാത്തികളുണ്ട്, മലയാളികളുണ്ട്, പഞ്ചാബികളുണ്ട്, അങ്ങനെയുള്ള സംയുക്ത സംഘടനകൾ അവരെല്ലാവരും ചേർന്ന് സംഘടിപ്പിച്ച ഒരു നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന് ആഗസ്റ്റ് 15-നാണ് എനിക്ക് പോകാൻ സാധിച്ചത്. അതുകൊണ്ടാണ് അവിടുത്തെ ഘോഷയാത്രയിൽ പങ്കെടുക്കാനും അവിടുത്തെ പരിപാടിയിൽ പ്രസംഗിക്കാനും സാധിച്ചത്. അതിന് വലിയ അനുഭവമായി. അതിന്റെ ഓർമ്മയുടെ ജോഷി പങ്കുവച്ചപ്പോൾ എനിക്കും അതൊരു ആവേശകരമായ ഓർമ്മയായിട്ട് നിൽക്കുന്നു. അപ്പൊ കാരക്കാട്ടെ ഫാമിലി മെമ്പേഴ്സ് നാട്ടിലും പുറത്തും അവര് നല്ല നിലയിൽ വിദ്യാഭ്യാസം നടത്തി നല്ല ജോലികൾ സമ്പാദിച്ച് അവര്
ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ, സാമ്പത്തികമായ പുരോഗതി കൈവരിക്കുമ്പോൾ അവർ നാടിനെ മറക്കാതെ, നാട്ടുകാരെ മറക്കാതെ നന്മയുടേതായ പരിപാടികൾ സ്വീകരിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നത് സന്തോഷകരമാണ്. അതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. ഈ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാര്, വിവിധ മേഖലകളിലുള്ള ഡോക്ടർമാരെല്ലാവരും എത്തും അല്ലെങ്കിൽ എത്തിച്ചേരും. അവരുടെ എല്ലാം സേവനം നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ക്യാമ്പ് വൻ വിജയമാകട്ടെ എന്ന് ആശംസ അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.